ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ആദ്യത്തെ അവകാശമായിട്ടുണ്ടായിരുന്ന റൈറ്റ് ടു ഇക്വാലിറ്റിയും പിന്നീട് വരുന്ന അവകാശമായിട്ടുണ്ടായിരുന്ന റൈറ്റ് ടു ഫ്രീഡവും നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ കൂടെ പഠിച്ചായിരുന്നു. പിന്നീട് വരുന്നതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അപ്പോൾ ഇതിൽ വരുന്ന ആദ്യത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൽ പിന്നീട് വരുന്ന അവസാനത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24 അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻസ് ഇൻ ഫാക്ടറീസ് ഓർ എക്സെട്ര എന്ന് പറയുന്നത്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറി അല്ലെങ്കിൽ ഒരു മൈന്, ഇനി അതുമല്ലെങ്കിൽ റെയിൽവേ വർക്ക്, അതുമല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് പോലെയുള്ള ഹസാർഡസ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ആർട്ടിക്കിളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ ഒരു ആർട്ടിക്കിളിലൂടെ പറയുന്നുണ്ട് ഹാംലെസ് അല്ലാത്ത ഇന്നസെൻറ്റ് വർക്ക് ചെയ്യുന്നതിൽ നിന്നും കുട്ടികളെ പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ആർട്ടിക്കിൾ 24 വഴി നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഹസാർഡസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ. ഹാംലെസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ അതെന്തുകൊണ്ടാണ് നോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് 1986 ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ഓഫ് 1986 ആണ്. ഇത് കൂടാതെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻസ് ആക്ട് 1938, ദ ഫാക്ടറീസ് ആക്ട് ഓഫ് 1948, ദ മൈൻസ് ആക്ട് ഓഫ് 1952, ദ മർച്ചൻറ്റ് ഷിപ്പിംഗ് ആക്ട് 1958, പ്ലാന്റേഷൻ ലേബർ ആക്ട് ഓഫ് 1951, ദ മോട്ടോർ ട്രാൻസ്പോർട്ട് ആക്ട് 1951, അപ്രൻറ്റീസ് ആക്ട് 1961, ദ BD ആൻഡ് സിഗർ വർക്കേഴ്സ് ആക്ട് 1966 തുടങ്ങി ഒരു പർട്ടിക്കുലർ ഏജിൽ താഴെയുള്ള കുട്ടികളെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിൽ എന്തൊക്കെ ജോലികളിൽ നിന്നാണ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത്, അവർക്ക് എന്തൊക്കെ ജോലികളാണ് നിരോധിച്ചിട്ടുള്ളത് എന്നുമായി ബന്ധപ്പെട്ട് ഒരു പിടി നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. 1996 സുപ്രീം കോടതി ചൈൽഡ് ലേബർ റീഹാബിലേഷൻ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് നിർദ്ദേശം നൽകുന്നത്. അതായത് ബാലവേല പുനരധിവാസ ക്ഷേമനിധി സ്ഥാപിക്കുക. ഇതിൽ ഏതൊരു വ്യക്തിയാണോ കുട്ടികളെ ഇത്തരത്തിൽ ജോലി ചെയ്യിപ്പിക്കുന്നത് ആ തൊഴിലുടമ ഓരോ കുട്ടിക്കും 20,000 രൂപ എന്ന കണക്കിൽ പിഴ അടക്കാക്കുകയും ചെയ്യണമെന്ന് സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ ഈ ഒരു കൂടെ വരുന്നുണ്ട്. ഇതുകൂടാതെ സുപ്രീം കോടതി കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ന്യൂട്രീഷൻ അല്ലെ പോഷകാഹാരം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം കുറേയധികം ഡയറക്ഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. പിന്നീട് 2005 നിലവിൽ വന്ന നിയമമാണ് ദ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട് 2005 എന്ന് പറയുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ദേശീയ തലത്തിൽ ഒരു നാഷണൽ കമ്മീഷനും സംസ്ഥാന തലത്തിൽ ഒരു സ്റ്റേറ്റ് കമ്മീഷനും എക്സ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ടും അതേപോലെ തന്നെ കുട്ടികളുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നവർക്കെതിരെയുള്ള കേസുകളിലും കുട്ടികൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുള്ള കേസുകളിലുമൊക്കെ ട്രയൽ അല്ലെങ്കിൽ വാദങ്ങൾ വേഗത്തിലാക്കുവാൻ വേണ്ടി ഒരു ചിൽഡ്രൻസ് കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനും ഈ ഒരു നിയമം കാരണമാകുന്നു. അതായത് നമ്മുടെ 2005 നിലവിൽ വന്ന ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ടിന് കീഴിലാണ്. അതേ തുടർന്നിട്ടാണ് നാഷണൽ ചിൽഡ്രൻസ് കമ്മീഷനും സ്റ്റേറ്റ് ചിൽഡ്രൻസ് കമ്മീഷനും ചിൽഡ്രൻസ് കോർട്ടും, അതായത് കുട്ടികൾക്കായിട്ടുള്ള കോടതിയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ജുവനൈൽ കോടതി അല്ല കേട്ടോ. കുട്ടികൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സമയത്ത് ആ കുട്ടികൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ട്രയൽസ് വേഗത്തിലാക്കുവാൻ വേണ്ടിയാണ് ചിൽഡ്രൻസ് കോർട്ട്. ജൂനിയർ കോർട്ട് വേറെ, ചിൽഡ്രൻസ് കോർട്ട് വേറെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ രണ്ടായിട്ട് തന്നെ ഓർത്തിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ 2005 വരുന്ന ഈ ആക്ടിനെ പിന്തുടർന്ന് ഈ 3 സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിലവിൽ വരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ചോദിക്കും, ഏത് ആക്ടിനെ തുടർന്നിട്ടാണ് നാഷണൽ ചിൽഡ്രൻസ് കമ്മീഷനും സ്റ്റേറ്റ് ചിൽഡ്രൻസ് കമ്മീഷനും അല്ലെങ്കിൽ ചിൽഡ്രൻസ് കോർട്ടും ഒക്കെ എസ്റ്റാബ്ലിഷ് ആയത് എന്ന് നിങ്ങളുടെ അടുത്തൊരു ചോദ്യം വരികയാണെങ്കിൽ 2005 പാസ്സായ ദ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട് 2005 പിന്തുടർന്നാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നീട് 2006 ഗവൺമെൻറ് കുട്ടികളെ ഹോട്ടൽസ്, ധാബാസ്, റെസ്റ്റോറൻറ്റ്, ഷോപ്പുകൾ, ഫാക്ടറീസ്, റിസോർട്ട്, സ്പാസ്, ടീ ഷോപ്സ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒരു ബിസിനസ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് സെർവൻ്റ് ആയിട്ടോ വർക്കേഴ്സായിട്ട് കുട്ടികളെ എംപ്ലോയ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിരോധനം കൊണ്ടുവരുന്നത്. അത്തരത്തിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യുന്ന ആളുകൾ നിയമത്തിന് മുന്നിൽ അതിൻ്റേതായിട്ടുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയുണ്ടായി.
പിന്നീട് 2016 1986 ചൈൽഡ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ടിനെ ഭേദഗതി ചെയ്യുകയും ദ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമെൻമെൻറ്റ് ആക്ട് 2016 കൊണ്ടുവരികയും ചെയ്തു. ഒപ്പം ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്റ്റായിട്ടുണ്ടായിരുന്ന 1986 ആക്ടിനെ ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ഓഫ് 1986 എന്ന് റീനെയിം ചെയ്യുകയും ചെയ്തു. അതായത് ഇതിൻ്റെ ഒറിജിനൽ ആക്ടിൻ്റെ പേര് മാറ്റി ഈ 2016 ആക്ട് വരുന്നതോടുകൂടി. ഈ 2016 അമെൻമെൻറ്റ് വരുന്നതോടുകൂടി 14 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും എല്ലാ തൊഴിലുകളിൽ ചെയ്യുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തി. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, എല്ലാവരും 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എല്ലാ ജോലികളിൽ ചെയ്യുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തുന്നത് 2016 കൊണ്ടുവരുന്ന ഈ നിയമമാണ്. അപ്പോൾ ഇതിനു മുമ്പ് വരെ വെറും 18 ജോലികളിൽ നിന്നും 65 പ്രക്രിയകളിൽ നിന്നും മാത്രമാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ നിയമം വരുന്നതോടുകൂടി 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതൊരു ജോലി ചെയ്യുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കൂടാതെ 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ അപകടകരമായിട്ടുള്ള ജോലികളിൽ നിന്നും പ്രക്രിയകളിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതുമാത്രമല്ല ഉണ്ടായത്, ഇതുമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുത്തുന്ന വ്യക്തികൾക്ക് അവർക്ക് നൽകുന്ന ശിക്ഷയും കർശനമാക്കുകയും ചെയ്തു. അതായത് 6 മാസം മുതൽ 2 വർഷം വരെ തടവോ 20,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ പിഴയും തടവും കൂടി ഒരുമിച്ച് അനുഭവിക്കേണ്ട രീതിയോ. ഇനി ഇതേ കുറ്റം ഇയാൾ വീണ്ടും ഒന്നും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് 1 വർഷം മുതൽ 3 വർഷം വരെ അയാൾ തടവ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 24 അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളുമായിട്ട് നമുക്ക് പഠിക്കുവാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇതോടുകൂടി ആർട്ടിക്കിൾ 24 കഴിഞ്ഞു, ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഒരു വളരെ ചെറിയൊരു ചാനലാണ്, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അത് പോസിറ്റീവ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നെഗറ്റീവ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ നെഗറ്റീവ്സ് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് നമ്മുടെ തെറ്റുകൾ എന്തെന്നുള്ളത് റിയലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പം നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മടിയും വേണ്ട. ഓക്കെ, താങ്ക് യു.